അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളപ്പം യാതൊരുവിധ കെമിക്കൽസും കൂടാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ഞാൻ ഒരു തേങ്ങയുടെ വെള്ളത്തിൽ ആകെ ഇത്തിരി വെള്ളം കിട്ടിയിട്ടുള്ളൂ. ആ ഒരു വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് രാവിലെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഒരു ലൈറ്റ് വെള്ള കളറൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു തേങ്ങ വെള്ളം അതുപോലെ തന്നെ ഞാൻ പച്ചരി നല്ല രീതിക്ക് രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരിയും ഉഴുന്നും കൂടെ കേട്ടോ. ദോശയ്ക്ക് ഇടുന്ന ആ ഒരു അളവിലൊക്കെ മതി ഉഴുന്ന്, അത്ര തന്നെ ഉഴുന്ന് വേണമെന്നില്ല. അതുപോലെ തന്നെ ഒരു 1-2 സ്പൂൺ ചോറ്, കൂടുതൽ ചോറൊന്നും ചേർക്കരുത്. എല്ലാം കൂടെ ഇട്ടിട്ട് ലേശം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൽ ചെറിയൊരു പതയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി ഇത് നല്ലതുപോലെ രാവിലേക്ക് ഒന്ന് പൊങ്ങി വരും കേട്ടോ. ഇപ്പം രാവിലെ നമുക്ക് നോക്കാം എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ഇപ്പോൾ കണ്ടോ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും നല്ല രീതിക്ക് ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രയും തന്നെ പൊങ്ങിയിട്ടുള്ളൂ. കുറച്ച് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ചട്ടിയാണ്, നൈസായിട്ടുള്ള ചട്ടിയാണ്, ഇരുമ്പ് ചട്ടിയാണ്. അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ മാവ് എടുത്ത് ഒഴിച്ച് കൈ 2 സൈഡും പിടിച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ചെടുത്തു. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡും ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡും വെച്ചിട്ട് നല്ല രീതിക്ക് അടച്ച് വെച്ച് വേവിച്ചതാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.